ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് നോമ്പ് തുറക്കുന്നത് ഫസ്റ്റ് നോമ്പ്. എനിക്ക് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. ഫസ്റ്റ് നോമ്പ് ഞാൻ ഒരിക്കലും വേറൊരു കൺട്രിയിൽ ഇതുപോലെ ഹോട്ടലിലിരുന്ന് കഴിക്കുന്നൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാം സഡൻ പ്ലാൻ ആയിരുന്നു. ഞാൻ ഇന്ന് നോമ്പിനെ കുറിച്ച് പറയാം. നമ്മൾ ഫസ്റ്റ് നോമ്പല്ലേ, റമളാൻ തുടങ്ങിയിട്ട് ഇന്ന് ആദ്യത്തെ നോമ്പ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞ് നല്ല നീരായിട്ടിരിക്കുന്ന, എനിക്ക് നല്ല തലവേദനയാണ്. എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത്താഴത്തിൻ്റെ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെയിനായിട്ട് ഞാൻ ഫുൾ ഉറക്കമായിരുന്നു. എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് പെയിനുണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ് എനിക്കിനി മെഡിസിൻ കഴിക്കാനായിട്ട്. നമ്മളിവിടെ സെയ്ത്തൂൺ പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് വന്നു. ഇവിടെ ഒന്നും വിളിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ബൊഫേ ആണെന്നുള്ളത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ടേബിളിൽ കുറച്ച് സ്നാക്സ് ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പൊരിപ്പ് ഐറ്റംസും. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. ഇതിൻ്റെ പേര് എന്തോ, അതിൻ്റെ പേര് ഇറച്ചിയാണ്, എനിക്ക് അറിഞ്ഞൂടാ സത്യം. ഞാൻ വല്ലതും പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പേര് അതല്ല ഇതല്ല എന്ന് പറഞ്ഞു കളയണ്ട. അതുകൊണ്ട് പിന്നെ കട്ട്ലറ്റ് ഉണ്ട്, സമൂസയുണ്ട്, ഒരു തരിക്കഞ്ഞിയുണ്ട്, ഒരു വാട്ടർമെലൺ ജ്യൂസുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് ഹരീസാണോ? ഓക്കെ, അത് അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഇവിടെ. പ്ലേറ്റ് നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഇനി ഫുഡ് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ബൊഫേ ആയതുകൊണ്ട് പോയി നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം പോയി നോക്കിയിട്ട് വന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് തോന്നുന്നു 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ളൂ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നോർമലി ഫസ്റ്റ് നോമ്പൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും ബാങ്ക് കൊടുക്കണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് റെസ്റ്റോറൻറ്റിലായതുകൊണ്ട് കാത്തിരിപ്പൊന്നുമില്ല. എനിക്ക് ഒരു അത്യാഗ്രഹമില്ല. ഫുഡിനോട് എനിക്ക് ഒരു ആക്രാന്തം തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇച്ചിപ്പോലെ ഒന്ന് കഴിച്ച് മെഡിസിൻ കഴിച്ചാൽ മതിയെന്നായി. വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പം ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ വരാം. ഓക്കെ, അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പ് വരുന്നു. ഈ സാധനത്തിൻ്റെ പേര് ഇറച്ചിയടയെന്നാണ്. എനിക്കിപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് കിട്ടി. കൊള്ളാം. ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്ത് കഴിച്ചാലും ടേസ്റ്റ് തോന്നുന്നു. കൊള്ളാം. ഒരു കുഞ്ഞു സമൂസ ഉണ്ട് എൻ്റെ കൂടെ, ഒരു കായപ്പോള, എല്ലാം കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മെയിൻ കോഴ്സ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇച്ചിരി കടിച്ച് വെച്ചിരിക്കുക. പക്ഷെ ഇതൊന്നും വേസ്റ്റ് ആക്കില്ല കേട്ടോ, കഴിക്കും. പക്ഷെ അല്ല, കഴിക്കണമെന്നാണോ. സോസൊക്കെ ഉണ്ട്, കട്ട്ലറ്റ് കഴിക്കാനാണ്. എന്തൊക്കെയോ കഴിക്കണമെന്നുണ്ട്. കടിച്ചു ചിക്കനാണോ? അല്ല, സ്നാക്സൊക്കെ നല്ല വൃത്തിക്കുണ്ട്. ഒരു വ്യവസ്ഥയില്ല എന്തൊക്കെ കഴിക്കണമെന്ന്. ഇത് ഞാൻ കഴിക്കില്ല, കാരണം ഇത് വെറും മാവാണ്. ഒഴിവാക്കാം. അതായത് കാര്യമായിട്ട് മധുരമൊന്നുമില്ല കേട്ടോ. അറിയുന്നില്ല മധുരം കുറവാണ്. ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 കിലോ പഞ്ചസാര വാരി ഇടും അതിന്. ബൊഫേ സ്റ്റാർട്ടായെന്ന് ഞാൻ നോക്കുവാണ് ഗൈസ്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഓട്ടം അങ്ങോട്ട്. കോഫി പറഞ്ഞില്ലല്ലോ, ഫ്രഷ് മിൽക്ക് കോഫി. ബൊഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തൊക്കെയുള്ളത് നോക്കാമല്ലോ. സൗണ്ടൊക്കെ ഉണ്ട്, പാത്രമൊക്കെ ഇങ്ങനെ തുറക്കുന്നത്. വിശപ്പൊന്നുമില്ല, എന്നാലും ബൊഫേ ആണല്ലോ, നോക്കാം. എനിക്ക് പണ്ടേ ബൊഫേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ ബൊഫേ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അവിടെ പോകാറുണ്ട്. ഇതിപ്പം ഇതിനെ കുറയ്ക്കുന്നൊന്നുമില്ല, നമ്മൾ നോമ്പെടുത്തല്ലേ, സ്വാഭാവികം കഴിക്കില്ല, എടുക്കുകയുള്ളൂ കാണിക്കാൻ. ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ ഇപ്പം ഇതിനകത്ത്. ബാക്കി ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ടാവും. ഇഷ്ടമുള്ള ആൾക്കാരായി അവിടെ.
ഇത് ഈ ഫോണും കൊണ്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. ബ്രെഡിൻ്റെ സൈഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, പത്തിരി. അതെന്തായിട്ടും എന്നുള്ളത് മനസ്സിലായില്ല. ബട്ടൂരിയോ, പിന്നെ ഇവിടെ കുറേ അച്ചാർ ഐറ്റംസ്, സലാഡ്സ്. ഇതെല്ലാം എന്താപ്പാ? ചിക്കൻ ബിരിയാണി. ഞാൻ ബിരിയാണി കഴിക്കുള്ളൂ. നെയ്ച്ചോറ്. ഇതെന്താ? ചെന്നൈ ചിക്കൻ ദം ബിരിയാണി, ബീഫ് കുഞ്ഞു പത്തൽ. പഠിച്ചോനെ എല്ലാത്തിനും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഇത് വെജിറ്റബിൾ കുറുമ, പായസം. ഗൈസ് ഞാൻ മട്ടൻ ബിരിയാണിയും ചിക്കനും എടുത്തു. ഇതെന്താ വെറും കോല് മാത്രം? ഇതെന്താ ഇത്? തൊട്ടപ്പം തന്നെ നല്ല സുഖം കേട്ടോ റൈസ്. കുറച്ചുകൂടി ചൂട് വേണം. ചൂട് കുറച്ച് കുറഞ്ഞു. ഇച്ചിരി ചൂട് കുറഞ്ഞു പോയി ഗൈസ്. പക്ഷെ നല്ല അടിപൊളി ബിരിയാണിയാണ്. ദം ബിരിയാണി മട്ടൻ്റെ. എനിക്ക് 2 കുഴലാണ് കിട്ടിയത്. വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇങ്ങനെ കഴിക്കുന്നത് കുറച്ച് വന്നു. അപ്പം എനിക്ക് കാര്യമായിട്ട് വിശപ്പുണ്ടെങ്കിൽ ഇച്ചിരി പോലും കൂടെ ചൂടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനോട് ഞാൻ ഒരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു തലവേദനയായിട്ട്. പക്ഷെ അവർ കഴിച്ചിട്ടിരിക്കുന്ന ഇടയിൽ കൊണ്ടുവന്ന് അല്ല. ഇവിടെ വന്നിട്ട് ഇപ്പോഴും എനിക്കൊരു ഫ്രഷ് മിൽക്ക് കോഫി കിട്ടുന്നത്. ഞാൻ വന്നിടം മുതലേ ചോദിക്കണ്ടായിരുന്നു കോഫി ഇട്ടോ എന്നും. ബട്ട് ഇന്ന് എനിക്ക് കിട്ടിയത്. ബിരിയാണി എടുത്ത് കൂടിപ്പോയി. ആവേശത്തിൻ്റെ പുറത്ത് എടുത്തു. കഴിച്ചു നോക്കിയപ്പോൾ ചൂട് കുറവായി. കാര്യം ടേസ്റ്റൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ചൂട് കുറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല താഴോട്ട്. അപ്പുറത്ത് ബീഫും നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു, ഇടിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു. ഇതെടുക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. എന്താ ചെയ്യാം? ഓക്കെ, നമുക്ക് എടുക്കാം ഗൈസ്. ഗൈസ് ഞാൻ എൻ്റെ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ണൂരുകാരുടെ എന്താ സ്പെഷ്യൽ അത്ര ബട്ടൂര. ഞാൻ ബട്ടൂര എടുത്തു, ഇടിയപ്പം എടുത്തു. ഇത് കുഞ്ഞിപ്പത്തിരിയാണ് ബീഫിൻ്റെ. ആൻഡ് ഇത് ബീഫ് കറി. ഞാനിത് ജസ്റ്റ് ഒന്ന് ബീഫിൽ ട്രൈ ആക്കാൻ വിചാരിച്ച്. ബീഫ് എനിക്ക് അധികം പോവാത്തതാണ്. നോക്കാം. നല്ലുണ്ട്. നമ്മളെ പൂരി ഇല്ല, പൂരി പോലെ. കുറച്ചുകൂടി ഇതെല്ലാം കൂടെ എൻ്റെ വയറ്റിനകത്ത് വന്നിട്ട് എന്താവും അവസ്ഥ? ഒന്നും മോനെ വിശപ്പില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്. ഇനി സ്പൂൺ എടുക്കാനുള്ള ആവശ്യമില്ലല്ലോ. കുഞ്ഞിപ്പത്തല സൂപ്പർ. ഇനി എന്തൊക്കെയോ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പക്ഷെ ഒന്നും എടുക്കുന്നില്ല. നമുക്ക് അത്താഴത്തിന് കഴിക്കാമല്ലോ. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. എല്ലാത്തിനും ഇച്ചിരി ചൂട് കുറഞ്ഞു തന്നെ ഉള്ളു. ചൂട് കുറഞ്ഞു പോയതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറവുള്ളൂ. അതർവൈസ് എല്ലാം അടിപൊളിയാണ്, നന്നായിട്ട് ഉണ്ട്. ഒരു പാലയുടെ പായസം ഉണ്ട് എൻ്റെ കൂടെ. എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഞാൻ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് കുടിക്കാൻ. ഞാൻ മിക്ക ഫുഡും കഴിച്ചില്ലെന്നല്ല, കഴിച്ചു നോക്കി. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എല്ലാം ഉണങ്ങി പോയി. ഫുഡ് ഞാൻ ആദ്യം പറഞ്ഞു നല്ല ഫുഡാണ്, ഫുഡിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ എല്ലാം ഉണങ്ങിപ്പോയി. ഇത് കുടിക്കേണ്ട ഒരു ആക്രാന്തത്തിൽ ഞാൻ എല്ലാം സൈഡാക്കിയിട്ടുണ്ട്. നമുക്കിത് കുടിച്ച് നോക്കാം. ഓ നോർമല്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, മധുരമൊന്നും അറിയുന്നില്ല. കുറവാണ്. അപ്പം കുറവാണെന്ന് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു. അപ്പം കുറവായിരിക്കും വിചാരിച്ച് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ അത്രയ്ക്കും മധുരം നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മധുരം കുറവായിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അല്ല, മധുരം കുറവാണ്. മൊത്തത്തിൽ മധുരം കുറവാണ്.
ഞാൻ വിചാരിച്ച അത്ര അങ്ങോട്ട് വന്നില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ കരിക്കഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അത് കുടിച്ച് നോക്കാം. ഇതിലെങ്കിലും പഞ്ചസാര ഇട്ടേ മതിയേനു. കുഴപ്പമില്ല, അതിനേക്കാൾ മധുരം ഇതിനുണ്ട്. പക്ഷെ തരി ഇവിടെ തരി കാണാനില്ല. ഇലക്ക. സോ ഐ എം ഡൺ. കഴിഞ്ഞു ഗൈസ്, നമ്മളെ നോമ്പ് തുറ ഇവിടെ കഴിഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ വയറ് ഫുള്ളായൊന്നും. എനിക്ക് ഒരു ഫീലും ഇല്ല. വയറ് ഫുള്ളായതായിട്ടും ഇല്ല. എനിക്ക് കഴിക്കാനും തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടുന്ന് ഈ ഒരു സാധനം വീട്ടിൽ കൊണ്ടുപോവാണ്. കുടിക്കുന്നില്ല. കാരണം ബ്ലോട്ട് ചെയ്യും ഫുഡ് കിടന്നിട്ട്. ബിരിയാണി ഒക്കെയല്ലേ കഴിച്ചത്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സാധനം കുടിക്കാം. ചില കുടിച്ചു വെക്കാൻ പറയുന്നുണ്ട്. ഈ വീട്ടിൽ കൊണ്ടുപോണ്ട. നന്നായി എൻ്റെ മുന്നേ. എനിക്കൊന്നും ഞാൻ മധുരമൊക്കെ കുടിച്ചിട്ട് കുടിച്ചോണ്ടാണെന്ന് തോന്നുന്നു ഒരു പുളിപ്പ് ടേസ്റ്റ് ചെയ്തത്. എന്തായാലും കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വഴി ഒഴിവാക്കാമല്ലോ. സോ ഗൈസ്, നമ്മുടെ ഇഫ്താർ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഒട്ടും വയ്യ, എല്ലാവരും എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് മൈഗ്രെയിൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. എനിക്കൊന്ന് 1 വീക്കായി. ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. വന്നിട്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ഫുഡിന് മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം ജീവൻ നിലനിൽക്കണ്ടേ, അതുകൊണ്ട് മാത്രമാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മൈഗ്രെയിന് വേണ്ടിയിട്ട്. എനിക്ക് നാളെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങി ഒന്ന് കറങ്ങണമെന്നുണ്ട്. ഒന്നും പിന്നെ നോമ്പ് തുടങ്ങിയില്ല, അതുകൊണ്ടാണ്. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ തലവേദനയാണ്. സോ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ കാണണ്ടേ. ഇവിടെ പോലെ വന്നിട്ട് എവിടെയും പോകാൻ പറ്റില്ല. റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറല്ലേ. അപ്പം ലാസ്റ്റ് ഖത്തറിൽ വന്നപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്ത ആൾക്കാരൊന്ന് കയറി കണ്ടോക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ ബാലൻസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാവരും ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല 2 ദിവസമായിട്ട്. അപ്പം ഇൻഷാല്ലാ നമുക്ക് കാണാം പുതിയ വീഡിയോസിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ റിലേക്ക് പോയി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുമില്ല, എനിക്കും ഒന്നുമില്ല. അപ്പോൾ ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്ര തന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നു. ഇനി അവരുടെ പ്രൈവസി നമ്മൾ നോക്കണം. ഇനി അവരെ അലപ്പും ചലപ്പും ഒക്കെ ഇത് കേൾക്കും. സോ ഫാർ ബെറ്റർ നമ്മളിത് കട്ടാക്കി പോകണതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ വീഡിയോ ഒന്നും കാണാത്ത ആൾക്കാർ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കാൻ നോക്കുക. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അതും പറയാം, ഒരു കുഴപ്പമില്ല. എനിക്ക് വലിയ പരിചയക്കുറവുണ്ട്. കാരണം ഒരുപാടായി ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. പിന്നെ പണ്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തു, അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്നാലും എനിക്ക് കുറേ പരിചയക്കുറവുണ്ട്. അപ്പം എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കുറേ വീഡിയോസ്, ഞാൻ അധികം ഇങ്ങനെ യൂട്യൂബിൽ കറങ്ങി നടക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പം പുതിയ ട്രെൻഡോ കാര്യങ്ങളോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പം ഞാൻ പോയി വരാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.